ഹായ് ഓൾ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ തമ്മനയിൽ കണ്ടതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയൊരു ബീച്ച് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് മിക്കവർക്കും തന്നെ അറിയായിരിക്കും, പക്ഷേ അറിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ബീച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചത്. അപ്പോൾ മക്കൾക്കെല്ലാം വെക്കേഷനെല്ലാം ആയിരുന്നു. അപ്പോൾ മക്കളെല്ലാം സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് ഈ നൈസ് വെതർ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നല്ലൊരു ബീച്ച് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ വേറെ എവിടെയും അല്ല, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നമ്മുടെ ബീച്ച് അൽഗാരിയ ബീച്ചാണ്. അത് ഏകദേശം നമ്മുടെ ദോഹയിൽ നിന്ന് 85 കിലോമീറ്റേഴ്സ് മാറിയിട്ടായിരുന്നു ഈ ബീച്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഗൂഗിൾ മാപ്പിൽ നിന്നും വേസിൽ നിന്നും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബീച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് അൽഗാരിയ പബ്ലിക് ബീച്ചാണ്. സോ ഫാമിലിക്കും പബ്ലിക്കിനും എക്സ്പ്ലോർ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബിക്കോസ് അൽഗാരിയ ഫാമിലി ബീച്ച് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബീച്ച് വെരി ക്ലീൻ ബീച്ചായിരുന്നു. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു വേസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നും കാണാൻ സാധിച്ചില്ല. പിന്നെ ചില ബീച്ചിൽ നമ്മൾ പോകുമ്പോൾ അങ്ങനെ പായൽ കാര്യങ്ങളൊക്കെ വന്ന് ആകെ ചെളി പിടിച്ച് ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഒരു ഇഷ്യൂസ് ഉണ്ടായില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ക്ലീൻ ആൻഡ് ഈവൻ വാട്ടറും വെരി ക്ലീൻ ആയിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ഈസിലി വെള്ളത്തിലേക്ക് ഇറങ്ങാനും എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് വെരി സാറ്റിസ്ഫൈഡ് ആയിരുന്നു ബീച്ച് എക്സ്പീരിയൻസ്. പിന്നെ നല്ല വൈറ്റ് സാൻഡാണുള്ളത്. ഈവൻ കുഞ്ഞുങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടൊന്നും കൂടാതെ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന രീതിയിൽ, ഈവൻ ചില ബ്രോക്കൺ ഷെൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ നല്ല ക്ലീൻ വൈറ്റ് സാൻഡായിരുന്നു. സോ അതുകൊണ്ട് മക്കളെ പോലും നമുക്ക് ഫ്രീ ആയിട്ട് വിടാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മുടെ ബാർബിക്യൂ ഫെസിലിറ്റീസൊക്കെ മറ്റുള്ള ബീച്ചുകളിലുള്ള പോലെ തന്നെ ബാർബിക്യൂ എല്ലാം എല്ലാവരും സെറ്റെല്ലാം കൊണ്ടുവന്ന് അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനൊന്നുമില്ല. എല്ലാവരും ആവശ്യമായിട്ട് ബാർബിക്യൂ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറയുമ്പോൾ മൾട്ടിപ്പിൾ അംബർലാസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് ദ ബീച്ച്. ഈ അംബർലാസിൽ സോളാർ ലൈറ്റ്സും ഉണ്ട്. അപ്പം നമുക്ക് ലൈക്ക് ഒരു സൺസെറ്റ് ആയിട്ട് ലൈറ്റ് എല്ലാം പോകുമ്പോൾ പോലും നമുക്ക് ആ സോളാർ ലൈറ്റിൽ നിന്ന് ലൈറ്റും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോഴുള്ള മെയിൻ ഇഷ്യൂ വന്നിട്ട് നമുക്ക് വാഷ്റൂംസ്, ഷവർ ഇതൊക്കെയാണ്. സോ താങ്ക് ലോഡ് ഈ രണ്ട് സംഭവങ്ങളും നമ്മുടെ ഈ ബീച്ചിൽ അവൈലബിൾ ആയിരുന്നു. പോർട്ടാ ക്യാബിൻ പോലത്തെ വാഷ്റൂംസും പിന്നെ നമുക്ക് ഷവർ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ബീച്ചിലുണ്ടായിരുന്നു. സോ നമുക്ക് വൺസ് വെള്ളത്തിൽ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്രഷ് ആകാനും അല്ലെങ്കിൽ ഈവൻ വാഷ്റൂം യൂസ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുമായിരുന്നു. അതൊരു വലിയ പ്ലസ് ആയിരുന്നു. പിന്നെ നമുക്ക് ത്രൂ ഔട്ട് ബീച്ച് നമുക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുള്ള പാത്ത് വേ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബീച്ച് സ്പോർട്സ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളവർക്ക് വോളിബോളിനൊക്കെ വേണ്ടിയിട്ടുള്ള നെറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ബീച്ചിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഗൂഗിൾ മാപ്പിലും വേസിലെല്ലാം ഉണ്ട്. ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് ബീച്ചിൻ്റെ ലൊക്കേഷൻ ആഡ് ചെയ്തോളാം. എന്തായാലും എല്ലാവരും പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണെന്ന് തന്നെ പറയാം. ഞങ്ങൾ പല ബീച്ചിൽ പോയിട്ടുണ്ടായിട്ട് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ ബീച്ച് എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ ഓവറോൾ വെരി ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ new other videos and thank you for watching.